ഫ്രണ്ട്സ്, CK ഫാമിലി വ്ളോഗിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്നത്തെ ഒരു വ്ളോഗ് എന്ന് പറയുകയാണെങ്കിൽ ഒരു സൺഡേ വ്ളോഗാണ്. ഞാനിപ്പോൾ ഞങ്ങളുടെ വീട്ടിലാണ്. ഇന്ന് എൻ്റെ വീട്ടിലേക്ക് പോകണം. ഇവിടുന്ന് ഒരുപാട് ദൂരമൊന്നുമില്ല, കുറച്ച് ദൂരമേ ഉള്ളൂ. പണികളായിട്ടൊന്നും പ്രത്യേകിച്ച് വിടില്ല, കാരണം ഞാൻ ഇന്നലെ തന്നെ ഫുൾ വീടൊക്കെ ക്ലീൻ ആക്കിയിട്ടുണ്ടായിരുന്നു കേട്ടോ. ഞാൻ എൻ്റെ വീട്ടിലേക്ക് പോകുന്ന കാഴ്ചകളും വിശേഷങ്ങളൊക്കെ ആയിട്ട് വരാം. അപ്പോൾ ആരും വീഡിയോ സ്കിപ്പ് ചെയ്യാതെ ഫുള്ളായിട്ട് കാണണം. പിന്നെ ഒരു കാര്യം പറയാനുള്ളത്, നമ്മുടെ വീഡിയോ ഇതുവരെ ആരും സബ്സ്ക്രൈബ് ചെയ്യാണ്ടാണ് കാണുന്നതെന്നുണ്ടെങ്കിൽ മറക്കാതെ എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ. പിന്നെ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെടണമെന്നുണ്ടെങ്കിൽ ലൈക്കും ഷെയറും കമൻറ്റും ഒക്കെ ചെയ്യണം. അപ്പം ഇനി കുറച്ച് ദിവസം ഞാൻ വീട്ടിലായിരിക്കും. ഹായ്, നമുക്ക് വീഡിയോയിലേക്ക് പോയാലോ? ബൈ. അങ്ങനെ ഞാനും മക്കളും റെഡി ആയിട്ട് പെട്ടെന്ന് തന്നെ വീട്ടിൽ നിന്ന് ഇറങ്ങി കേട്ടോ. അങ്ങനെ ഞങ്ങൾ പെട്ടെന്ന് തന്നെ വീട്ടിലെത്തി. വീട്ടിലെത്തിയപ്പോൾ അമ്മ അവിടെ വെയിറ്റ് ചെയ്യുന്നുണ്ട്. വീടെടുക്കാമെന്ന് കണ്ടപ്പോൾ അമ്മ വേഗം ഉള്ളോട്ടേക്ക് പോയി കേട്ടോ. പിന്നെ അനിയനാണ് അവിടെ ഇരിക്കുന്നത്, എൻ്റെ അച്ഛൻ ഫ്രണ്ടിൽ അവിടെ ഉണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ ഞങ്ങൾ വേഗം വീട്ടിലെത്തി. ഞങ്ങളെ വെയിറ്റ് ചെയ്തിരിക്കുന്നവർ ചായ കുടിക്കാനായിട്ട്, അവരും കുടിച്ചിട്ടില്ലായിരുന്നു. അങ്ങനെ ഞങ്ങൾ പെട്ടെന്ന് തന്നെ ചായ കുടിക്കാനുള്ളവർക്കൊക്കെ തുടങ്ങി. അപ്പോൾ അച്ഛൻ പുറത്തേക്ക് പോകാൻ നിൽക്കുകയാണ്. അപ്പോൾ വേഗം ചായ കുടിച്ചിട്ട് പോകാൻ നിൽക്കുകയാണ് കേട്ടോ. അങ്ങനെ ഞങ്ങൾ ചായ കുടിച്ച്. അപ്പോൾ സൺഡേ ആയതുകൊണ്ട് തന്നെ അച്ഛൻ പൊറാട്ടയും ചപ്പാത്തിയും ഒക്കെ വാങ്ങിച്ചു കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. മട്ടൻ കറി പിന്നെ അമ്മ വെച്ചതായിരുന്നു, അടിപൊളി ടേസ്റ്റ് ആയിരുന്നു കേട്ടോ, നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. അങ്ങനെ ചായ ഒക്കെ കുടിച്ച് കുറച്ച് കഴിഞ്ഞപ്പോഴാണ് അമ്മ പറഞ്ഞത് ചാമ്പക്ക നന്നായിട്ട് പഴുത്തിട്ടുണ്ട്, ഒരുപാടെണ്ണം ഉണ്ടായിട്ടുണ്ടെന്ന്. അപ്പോൾ ഞാനും മക്കളും അമ്മയും കൂടി പോയിട്ട്, അപ്പോൾ അമ്മ മക്കൾക്ക് പറിച്ചു കൊടുക്കുകയാണ്. അപ്പോൾ പറിച്ചപ്പോൾ തന്നെ ഒരു കൊല മൊത്തമായിട്ട് കയ്യിൽ പോന്നു കേട്ടോ. അതായത് ചിലത് പച്ച ഉണ്ടായിരുന്നു, ചിലത് പഴുത്തുണ്ടായിരുന്നു, നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ. ഇതിൻ്റെ ഇവിടെ ഞങ്ങൾ ആപ്പിൾ ചാമ്പക്ക എന്നാണ് പറയുക. നിങ്ങളുടെ നാട്ടിൽ ഇതിനെന്താ പറയുക ഒന്ന് കമൻറ്റ് ചെയ്യണം കേട്ടോ. അങ്ങനെ ഞാനും മക്കളും അത് ഒരുപാടെണ്ണം കഴിച്ചേ. പിന്നെ ഈ കാണുന്നതൊക്കെ അമ്മ ഇവിടെ കൃഷി ചെയ്തുണ്ടാക്കിയതാണ് കേട്ടോ. ഒക്കെ വിളവെടുക്കാനായിട്ടുണ്ട്, പഴുത്തിട്ടുണ്ട്. തക്കാളിയൊക്കെ ഒരുപാടെണ്ണം ഉണ്ടായിട്ടുണ്ട് കേട്ടോ. പിന്നെ ഇത് കൂടാണ്ട് വഴുതനങ്ങ, ചീര, അതേപോലെ തന്നെ പച്ചമുളക് ഒക്കെ ഒരുപാടെണ്ണം വീട്ടിലുണ്ട്. അത്യാവശ്യം വേണ്ട പച്ചക്കറികളൊക്കെ അമ്മ ഉണ്ടാക്കിയിട്ടുണ്ട്. ഒക്കെ ഗ്രോ ബാഗിലാണ് വെച്ചത് കേട്ടോ. അങ്ങനെ ഞങ്ങൾ വീടിൻ്റെ പുറകുവശത്തേക്ക് പോയിട്ടോ. എൻ്റെ വീട്ടിൽ പശുവുണ്ട്, 2 പശുവും ഒരു കിടാവും ഉണ്ട്. അപ്പോൾ മോനെ അതൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. അങ്ങനെ ഞാൻ അവനെയും കൂട്ടിയിട്ട് അതിൻ്റെ അടുത്തേക്കൊക്കെ പോയതാണ്. അങ്ങനെ കുറച്ച് നേരം അവനൊക്കെ നോക്കിയിരുന്നു. പിന്നെ കയ്യിൽ ചാമ്പക്കയുണ്ട്, അതിനിടയിൽ കഴിക്കണമുണ്ട്. ഇത് പിന്നെ എൻ്റെ ഉണ്ണിപ്പാപ്പനാണ്, അച്ഛൻ്റെ റിലേറ്റീവാണ്, അച്ഛൻ്റെ വല്യച്ഛൻ്റെ മോനാണ്. അപ്പോൾ വീട്ടിൽ പണിയുണ്ട്, അവിടെയൊക്കെ തൊടിയൊക്കെ വൃത്തിയാക്കാനുണ്ട്. അപ്പോൾ അതിനു വേണ്ടി വന്നതായിരുന്നു. അപ്പോൾ ചായ ഒക്കെ കുടിച്ച് പാപ്പൻ പണിക്ക് 2ാമത് ഇറങ്ങി. അങ്ങനെ ഞാൻ പറഞ്ഞിരുന്നല്ലോ, പാടം ഞങ്ങളെ വീടിൻ്റെ ബാക്ക് സൈഡിലൊക്കെ മൊത്തം പാടമായിരുന്നു. അപ്പോൾ അതൊക്കെയാണ് കാണുന്നത്. ആദ്യം ഇവിടെ നെല്ലൊക്കെ ഉണ്ടാക്കാറുണ്ടായിരുന്നു കേട്ടോ എൻ്റെ കുട്ടിക്കാലത്ത്. ഇപ്പോൾ പിന്നെ അതിനൊന്നും ആരും വരാറില്ല, ഉണ്ടാക്കാറുമില്ല. അപ്പോൾ അതിങ്ങനെ പാടമായിട്ട് അങ്ങനെ കിടക്കുകയാണ്. അങ്ങനെ ഞങ്ങൾ ജസ്റ്റ് ഇവിടേക്കൊക്കെ ഒന്ന് ഇറങ്ങി, മോനെ കാണിക്കാൻ വേണ്ടിയിട്ട് ഇവിടേക്ക് ഒന്ന് ഇറങ്ങിയതാണ്. ഞാൻ അതിൻ്റെ കൂടെ ചാമ്പയ്ക്കൊക്കെ കഴിക്കുന്നുണ്ട് ഞാൻ. അപ്പോൾ 3-4 മാങ്ങ ഉണ്ടായിരുന്നു, കുറേ പൂട്ടുണ്ടായിരുന്നു കേട്ടോ. പക്ഷെ അതൊക്കെ കൊഴിഞ്ഞു പോയി ചൂട് കാരണം. അങ്ങനെ 1-2 ഉണ്ടായിട്ടുള്ളൂ മാങ്ങ. പിന്നെ ഈ കാണുന്നത് ഞങ്ങളെ വീടിൻ്റെ സൈഡിൽ നോക്കിയാൽ കാണാൻ പറ്റും, വലിയൊരു മലയാണ് കേട്ടോ. കാഞ്ഞിരക്കുന്ന് എന്നാണ് അവിടേക്ക് പറയുക. പിന്നെ ഞങ്ങൾ അവിടെ നിന്ന് തിരിച്ചു പോന്നു. പിന്നെ മാമനും മക്കളും ജസ്റ്റ് ഒന്ന് റൗണ്ട് അടിക്കാൻ വേണ്ടി പുറത്തേക്ക് പോയി കേട്ടോ. അവർ പെട്ടെന്ന് തന്നെ വന്നിട്ടുണ്ടായിരുന്നേ, വണ്ടി സർവീസ് ചെയ്ത് കൊണ്ടുവന്നായിരുന്നു. അപ്പോൾ ജസ്റ്റ് ഒന്ന് പുറത്തേക്ക് പോകണമെന്ന് പറഞ്ഞാൽ അവരങ്ങനെ പുറത്തേക്ക് പോയി. പിന്നെ അവർ തിരിച്ചു വന്നതിന് ശേഷം ഞങ്ങൾ പോയത് ഞങ്ങളുടെ വീടിൻ്റെ തൊട്ടടുത്തുള്ള ഒരു ഹോട്ടലിലേക്കായിരുന്നു കേട്ടോ. അവിടെ അടിപൊളി മന്തി ഇട്ട്. അപ്പോൾ ഞങ്ങൾ മന്തി ഓർഡർ ചെയ്തതിന് ശേഷം പിന്നെ ഷമാമ മേടിക്കാൻ വേണ്ടി പോയി. ഞാൻ ആദ്യമായിട്ടാണ് ഈ സംഭവം വാങ്ങിക്കുന്നത്, ഞാൻ അതൊരു ടേസ്റ്റ് ചെയ്തിട്ടില്ല. പിന്നെ മാമൻ മക്കൾക്ക് മിഠായിയൊക്കെ വാങ്ങിച്ചു കൊടുത്തു. അവർ മിഠായി ആയിട്ട് നടക്കുകയാണ്. ആദ്യമേ കൊണ്ടുപോയി കൊടുക്കാൻ വേണ്ടി പോവുകയാണ് കാണുന്നത്. അങ്ങനെ 2 മിഠായിയൊക്കെ തിന്നു കേട്ടോ. അപ്പോൾ അനിയന് ആലുവയിൽ ഒരു എക്സാം ഉണ്ട്, അപ്പോൾ അതിന് വേണ്ടിയിട്ട് പോവാണ്. അപ്പോൾ അവൻ പറഞ്ഞു ഇന്ന് മന്തി വാങ്ങിക്കാം, നാളെ പോവല്ലേ. അങ്ങനെയാണ് ഞങ്ങൾ പിന്നെ മന്തി വാങ്ങിക്കുക എന്നുള്ള പ്ലാനിലേക്ക് മാറിയത് കേട്ടോ. അപ്പോൾ അമ്മ ബിരിയാണി ഉണ്ടാക്കാമെന്നൊക്കെ പറഞ്ഞിരുന്നേ. അപ്പോൾ മന്തി വാങ്ങിക്കാമെന്ന് അനിയൻ പറഞ്ഞുകൊണ്ട് അങ്ങനെ അതൊക്കെ ഞങ്ങൾ വാങ്ങിച്ച് വീട്ടിലെത്തിയപ്പോൾ അച്ഛൻ വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ കൂടെ ഐസ്ക്രീമും വാങ്ങി കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നേ.
അപ്പോൾ അച്ഛൻ എല്ലാവർക്കും ഐസ്ക്രീം കൊണ്ടുവന്നിന്നെ. നല്ല ചൂടല്ലേ, അപ്പം ഞങ്ങളെല്ലാവരും ഓരോ ഐസ്ക്രീം കഴിച്ചു കേട്ടോ. പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോൾ ഞങ്ങളെല്ലാവരും കൂടി ഇരുന്ന് മന്തി കഴിച്ചു കേട്ടോ. നല്ല അടിപൊളി ടേസ്റ്റ് ആയിരുന്നു. ഞാനും മക്കളും അമ്മയും അച്ഛനും പിന്നെ പാപ്പനും എല്ലാവരും കൂടി ഒരുമിച്ചിരുന്നാണ് കഴിച്ചത്. അയ്യോ കുട്ടി ഉറങ്ങിപ്പോയിട്ടോ. ആദ്യമോൻ ഉറങ്ങിയേ. അയ്യോ കുട്ടി ഉറങ്ങിയില്ല. അങ്ങനെ വയറ് നിറച്ച് ഭക്ഷണം കഴിച്ചതിന് ശേഷം പിന്നെ മക്കളൊക്കെ കിടന്നൊന്ന് ഉറങ്ങി കേട്ടോ. ഞാനും ജസ്റ്റ് ഒന്ന് കിടന്നു. എനിക്ക് ചെന്നപ്പോൾ നല്ല നെയ്യിൻ്റെ മണം കേട്ടോ. അപ്പോൾ അമ്മ അവിടെ നെയ്യ് ഉണ്ടാക്കുന്നുണ്ടായിരുന്നു കിച്ചണിൽ. അതാണ് ഈ കാണുന്നത്. ഇവിടെ പശുവൊക്കെ ഉള്ളതുകൊണ്ട് നാടൻ നെയ്യ് അങ്ങനെ അമ്മ ഉണ്ടാക്കാറുണ്ട്. അത് സെയിൽ ചെയ്യാറുണ്ട് കേട്ടോ. ഒരുപാട് പേര് വാങ്ങിക്കാറുണ്ട് കുട്ടികൾക്ക് കൊടുക്കാനായിട്ട്. പിന്നെ ഞാൻ മക്കൾക്കും ഡെയിലി കൊടുക്കാറുണ്ട്. പിന്നെ അതൊക്കെ കഴിഞ്ഞ് മകൻ എണീറ്റ് വന്നു. കരച്ചിലാണ്, സ്വഭാവമൊക്കെ ഒന്ന് റെഡിയാക്കാനുണ്ട്. അങ്ങനെ പാപ്പൻ പിന്നെ വീട്ടിലേക്ക് പോകാൻ നിൽക്കുകയാണ്. അങ്ങനെ വൈകുന്നേരം ആയപ്പോഴത്തേക്കും നല്ല കാറ്റ് വീശുന്നുണ്ടായിരുന്നു കേട്ടോ. വീടിൻ്റെ സൈഡിലൊക്കെ പാടായതുകൊണ്ട് പിന്നെ വീടിൻ്റെ ചുറ്റുപാടും ഒരുപാട് മരങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് ഭയങ്കര കാറ്റായിരുന്നു. മഴ പെയ്യുമോ എന്നുള്ളത് ഉറപ്പില്ലായിരുന്നു, പക്ഷെ നല്ല കാറ്റ് വീശുന്നുണ്ടായിരുന്നു. അതിനിടയിൽ ആദ്യം വന്ന് ഐസ്ക്രീമൊക്കെ തിന്നുന്നുണ്ട് കേട്ടോ. അതിലാണ് അവൻ്റെ സ്വഭാവം ഒന്ന് മാറ്റി ഞാൻ എടുത്തത്. അങ്ങനെ കുറച്ച് കഴിഞ്ഞപ്പോൾ നല്ല മഴ പെയ്തു കേട്ടോ. സാധാരണ ഈ ഒരു ടൈമിലൊന്നും മഴ പെയ്യാറില്ല. നല്ല വേനൽക്കാലമല്ലേ നമുക്ക് ഈ ഒരു മാർച്ച് ഏപ്രിൽ എന്നൊക്കെ പറയുന്നത്. മെയ് പകുതി വരെ നല്ല വേനൽക്കാലമാണ്. പക്ഷേ ഇപ്പം എന്താണെന്നറിയില്ല കാലാവസ്ഥ ഒക്കെ എങ്ങനെ ആവുന്നത്. ചിലപ്പോൾ മഴ പെയ്യും, ചിലപ്പോൾ നല്ല വെയിലായിരിക്കും. അങ്ങനെ നല്ല മഴ പെയ്തു കേട്ടോ. അങ്ങനെ സന്ധ്യയായപ്പോൾ വിളക്ക് കത്തിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ അമ്മ. അപ്പം ഞാനും മക്കളും ഇരുന്ന് നാമം ചൊല്ലി പ്രാർത്ഥിച്ചു. അത് കഴിഞ്ഞ് കുറച്ച് കഴിഞ്ഞപ്പോൾ അമ്മ ചായ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. ചായ ഞാൻ കുടിക്കാറില്ല, വെള്ളമാണ് കുടിക്കാറ്. പക്ഷേ കട്ട്ലേറ്റ് അമ്മ ഉണ്ടാക്കിയതായിരുന്നു കേട്ടോ. ടേസ്റ്റ് ഉണ്ടായിരുന്നേ. അത് ഞാനും മക്കളൊക്കെ ഇരുന്ന് കഴിച്ചു. നിങ്ങൾ ഈ വീഡിയോ കാണുമ്പോൾ വിചാരിക്കും ഇതിൽ ഏറ്റവും കൂടുതൽ കാണിക്കുന്നത് കഴിക്കുന്നതാണല്ലോ എന്നുള്ളത്. ഒന്നും വിചാരിക്കരുത് കേട്ടോ. നമ്മളെ വീട്ടിൽ വരുമ്പോഴാണല്ലോ നമ്മളിങ്ങനെയൊക്കെ ഭക്ഷണം കഴിക്കുക. അപ്പോൾ ഇതിൽ ഏറ്റവും കൂടുതൽ അതുതന്നെയായിരിക്കും ഉണ്ടാവുക. അപ്പോൾ അത് കഴിഞ്ഞു. പിന്നെ കുറച്ച് നേരം ടി വി ഒക്കെ കണ്ടിരുന്നു, കുറച്ച് നേരം ഫോണിലൊക്കെ ഇരുന്ന്. പിന്നെ ഉച്ചക്കത്തെ മന്തി ബാക്കി ഉണ്ടായിരുന്നു. അങ്ങനെ ഞാനും മക്കളും കൂടി ഇരുന്ന് കഴിക്കുകയാണ്. എൻ്റെ പ്ലേറ്റിൽ ഒരുപാടൊന്നുമില്ല, ഞാനും ചെറിയ ആളും കൂടിയാണ് കേട്ടോ കഴിക്കുന്നത്. അതും കൂടിയാണ് കഴിക്കുന്നത്, അതാണ് അത്ര കൂടുതലായിട്ട് കാണുന്നത്. അങ്ങനെ ഞങ്ങളതൊക്കെ കഴിച്ചു. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. വീഡിയോ കണ്ട് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് കേട്ടോ.